ഗുഡ് മോർണിംഗ്. PSC ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലുള്ള ഒരു പാഠഭാഗമാണ്. പാഠഭാഗത്തിന്റെ പേര് കേരളക്കരയിൽ എന്നതാണ്. കേരളക്കരയിൽ എന്ന 10ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് 9 പാഠഭാഗങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് നോക്കാം കേരളക്കരയിൽ എന്ന പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു കേരളത്തെക്കുറിച്ച് പ്രശസ്ത സാഹിത്യകാരനായ SK പൊറ്റക്കാടിന്റെ ഒരു വർണ്ണനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ കേരളമേ നിന്റെ യോമന പേർ കേൾക്കെ കോൾമയിർ കൊള്ളുന്നെന്നുള്ളമെന്നും നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളക്കിടക്കുമ്പോൾ നാടുകളും വാരിളം പുല്ലണി കുന്നിൻ പുറങ്ങളും നേരറ്റ നീരലർ പൊയ്കകളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരിവാതിര പൂനിലാവും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? വളരെ പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഒരു നാടാണെന്ത് കേരളം. കുന്നുകളും നദികളും കായലുകളും കടൽ തീരം അടക്കം വിവിധ തരത്തിലുള്ള ഭൂപ്രകൃതി ചേർന്ന ഒരു സംസ്ഥാനമാണ് എന്ത് കേരളം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിന് ഒരു പ്രത്യേക തരം കാലാവസ്ഥയുണ്ട്. ആ കാലാവസ്ഥ എന്താണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അങ്ങനെയാണെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട വേറെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ വളരെയധികം മനോഹരമാണ് കേരളം എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥാനം എവിടെയാണ്? കേരളത്തിന്റെ സ്ഥാനം വരുന്നത് എവിടെയാന്ന് നോക്കുക. എവിടെയാണ്? ഇന്ത്യയുടെ തെക്കറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണെന്ത് കേരള സംസ്ഥാനം. തെക്കേ അറ്റത്ത് കിഴക്ക് പശ്ചിമഘട്ടത്തിനും അതുപോലെ തന്നെ പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണെന്ത് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഭൂപടം നോക്കിയാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അല്ലെ കേരളത്തിന്റെ സ്ഥാനം എന്താന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് കാണാൻ പറ്റും അല്ലെ, അറബിക്കടൽ കണ്ടു അല്ലെ. അറബിക്കടൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത സംസ്ഥാനം ഏതാണ്? തമിഴ്നാട് ഉണ്ട്. പിന്നെ കർണാടക ഉണ്ട് അല്ലെ. കർണാടക തമിഴ്നാടൊക്കെ ഉണ്ട്. ഇതാണ് എന്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം അല്ലെ. എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളുണ്ട്. അപ്പോൾ ഈ ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണെന്ത് കേരളം എന്ന സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ നമുക്കറിയാം. അതുപോലെ കേരളത്തിലെ ജില്ലകൾ നമുക്കറിയാം. കേരളത്തിലെ ചെറിയ ജില്ല ആലപ്പുഴയാണെന്ന് അറിയാം അല്ലെ. കടൽ തീരമില്ലാത്ത കുറച്ച് ജില്ലകളുണ്ട്. ഇങ്ങനെ ഓരോ സവിശേഷതകൾ ഓരോ നാടിനുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇനി നമുക്ക് നോക്കാം കേരളത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഏതിനുള്ളത്? കേരളത്തിനുള്ളത് അല്ലെ. അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളാണ് ഒരു വശത്ത്. മറ്റൊരു വശത്ത് എന്താണ്? കുന്നുകൾ കാണാം, താഴ്വരകൾ കാണാം, പിന്നെയോ കാട്ടാറുകൾ കാണാം, പലതരം നദികൾ കാണാം അല്ലെ. കുറേ നദികളുണ്ട്. പിന്നെയോ ഉയരം കൂടിയ കൊടുമുടികളൊക്കെ കാണാം. ഇങ്ങനെയുള്ളൊരു പ്രദേശമാണ് എന്ത് നമ്മുടെ കേരള സംസ്ഥാനം. ഇപ്പൊ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് എന്ത് ചെയ്യുക? ഭൂപ്രകൃതിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മലനാടാണ് അല്ലെ. മലനാട് എന്ന് ഇവിടെ പറയുന്നുണ്ട്, മലനാട്. പിന്നെയോ പിന്നെ ഒന്ന് വരുന്നത് ഏതാണ്? ഇടനാടാണ് അല്ലെ. ഇടനാട്. അടുത്തത് ഇടനാടാണ്. മൂന്നാമത്തതോ തീരപ്രദേശം അല്ലെ. മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ എത്രയായി തിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതില് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഉയരത്തിലുള്ള ഏതായിരിക്കും? അത് തീരപ്രദേശമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഈ 3 ഭൂപ്രകൃതിയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ വീണ്ടും ഒരു ഭൂപ്രകൃതിയുടെ ഒരു ഭൂപടം കാണിച്ചിട്ടുണ്ട് കണ്ടല്ലേ. ഏതാണ് ഇവിടെ പ്രത്യേകത പറയുന്നത്? ഇവിടെ തീരപ്രദേശം. തീരപ്രദേശം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7 മീറ്റർ താഴെയാണെന്ത് തീരപ്രദേശം കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7 മീറ്റർ താഴെയാണെന്ത് തീരപ്രദേശം കാണപ്പെടുന്നത്. അത് ഏത് കളർ കൊണ്ടാണ് സൂചിപ്പിച്ചത്? മഞ്ഞ കളർ അല്ലെ, അഥവാ യെല്ലോ കളർ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിച്ചത്. ഇനി ഇടനാട്. ഇടനാട് എന്ന് പറഞ്ഞാൽ ഈ പച്ച കളറാണ് കേട്ടോ. പച്ച കളറാണ് ഇവിടെ ഇടനാട്. എത്രയാണ് ഉയരം? 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഇടനാട് പ്രദേശത്തിനുള്ളത്. തീരപ്രദേശത്തിന് എത്രയായിരുന്നു? 7.5 മീറ്ററിൽ താഴെയാണ്.
ഇടനാടിന് 7.5 മീറ്ററും 75 മീറ്ററിന്റെ ഇടയിലാണെന്ത് ഇടനാടിന്റെ ഉയരം. എന്നാൽ മലനാട് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് മലനാടാണ്, ഏറ്റവും താഴെ നിൽക്കുന്നത് തീരപ്രദേശം അല്ലെ. മലനാടിന്റെ ഉയരം എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിലധികം ഉള്ളതാണ് എന്ത് മലനാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം സമുദ്രനിരപ്പിൽ നിന്നും ഉള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള ഭൂപ്രകൃതിയെ 3ആയിട്ട് തരംതിരിച്ചു. മലനാട്, ഇടനാട്, തീരപ്രദേശം. 7 മീറ്ററിൽ താഴെയാണ് ഉയരമുള്ളതെങ്കിൽ ആ പ്രദേശമാണ് എന്ത് തീരപ്രദേശം. 7 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ആണെങ്കിൽ ഇടനാടാണ്. 75 മീറ്ററിൽ കൂടുതലാണെങ്കിലോ അത് മലനാടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മലനാടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അല്ലെ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് എന്ത് മലനാട്. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു അല്ലെ, സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരാണെങ്കിൽ എന്താണത് മലനാടാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് അല്ലെ. മിക്ക നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഈ മലനാടിൽ നിന്നാണ് അല്ലെ. ഈ മലനാട് ഏരിയയിൽ നിന്നാണ് എന്ത് പല പർവ്വതങ്ങളിൽ നിന്നൊക്കെയാണ് എന്ത് മിക്ക നദികളും ഉത്ഭവിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് സഹ്യന്റെ മടിയിൽ എന്ന് പറഞ്ഞ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ കാര്യം? നമുക്കൊന്ന് നോക്കാം. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് എന്ത് കേരളത്തിന്റെ മലനാട് പ്രദേശം. അപ്പൊ മറന്നു പോയരുത്, തെക്ക് ഭാഗത്ത് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ എന്തുണ്ട് പശ്ചിമഘട്ട മലനിരകൾ ഉണ്ട് അല്ലെ. പശ്ചിമഘട്ടം വളരെ പ്രസിദ്ധമാണ്, വെസ്റ്റേൺ ഘട്ട് അല്ലെ. പശ്ചിമഘട്ട മലനിരകൾ ഉണ്ട്, കുറെ മലനിരകൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണ് ഏത് പ്രദേശം ഉള്ളത്? കേരളത്തിന്റെ മലനാട് പ്രദേശമുള്ളത്. കടുവ, പുലി, വരയാട്, സിംഹവാലൻ, കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെയുള്ള പലതരം പാമ്പുകളും നിരവധി പക്ഷികളും ചിത്രശലഭങ്ങളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്, പശ്ചിമഘട്ടത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടം എങ്ങനെയുള്ള പ്രദേശമാണ്? ഒരു സംരക്ഷിത പ്രദേശമാണ് അല്ലെ. നിർബന്ധമായിട്ടും നമ്മൾ ഇത്തരം ജീവികളെയും പക്ഷികളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. കണ്ടില്ലേ, വരയാട്, പിന്നെ മലമുഴക്കി വേമ്പൽ അല്ലെ. ഇത്തരം അപൂർവ ജീവികളെയും പക്ഷികളെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം. ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ കാണുന്നത് എവിടെയാണ്? മലനാട് ഭൂപ്രകൃതിയിലാണ് അല്ലെ. മലനാട് ഭൂപ്രകൃതിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഈട്ടി, അകിൽ, ചന്ദനം അല്ലെ, രക്തചന്ദനം തുടങ്ങിയ പല മരങ്ങളും ഓർക്കിഡുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്, പശ്ചിമഘട്ടത്തിൽ കാണുന്നുണ്ട്. പിന്നെ ഇതിനെ വിളിക്കുന്നൊരു പേരെന്താണ്? മറ്റൊരു പേര് പശ്ചിമഘട്ടത്തെ വിളിക്കുന്നൊരു പേരെന്താണ്? സഹ്യപർവ്വത നിര. സഹ്യപർവ്വത നിര എന്ന് വിളിക്കുന്നത് എന്തിനാണ്? പശ്ചിമഘട്ട അഥവാ വെസ്റ്റേൺ ഘട്ടിനെയാണ് അല്ലെ. ഇപ്പൊ വെസ്റ്റേൺ ഘട്ടിനെയാണ് എന്ത് സഹ്യപർവ്വത നിര എന്ന് വിളിക്കുന്നത്. പിന്നെ പശ്ചിമഘട്ടത്തിന്റെയും അവിടുത്തെ ജീവജാലങ്ങളുടെയും പല ചിത്രങ്ങളും നമ്മൾ പല സ്ഥലത്തുനിന്നും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പം എന്താ പറയാ, ഇന്റർനെറ്റിൽ നിന്നും പല ലാബുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അതിന്റെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ പലപ്പോഴും എന്താണ് അപൂർവമായിട്ട് നമ്മൾ കാണപ്പെടുന്ന പക്ഷികളും ജീവിജാലങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നിർബന്ധമായിട്ട് നമ്മൾ അതിനെ സംരക്ഷിക്കണം. മറ്റൊന്ന് പറയാനുള്ളത്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് എന്ത് സൈലന്റ് വാലി അല്ലെ. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര. സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ്. ഇത് എവിടെയാണ് വരുന്നത്? ഇതൊരു പശ്ചിമഘട്ട വനപ്രദേശമാണ് കേട്ടോ, പശ്ചിമഘട്ട വനപ്രദേശമാണ്. ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന എവിടെയാണ്? ഈ സൈലന്റ് വാലിയിലാണ് അല്ലെ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. പിന്നെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം അല്ലെങ്കിൽ അവര് വസിക്കുന്ന ഒരു സ്ഥലമാണെന്ത് ഈ സൈലന്റ് വാലി എന്ന് പറയുന്ന വനപ്രദേശം. ഓക്കെ, അത്രയും കാര്യം നമ്മൾ അറിയണം മലനാടിനെ കുറിച്ച്. ഇനി അടുത്തത് ഏതാണ്? ഇടനാടാണ്. ഇടനാടിന്റെ ഉയരം എത്രയായിരുന്നു? ഇടനാടിന്റെ ഉയരം നേരത്തെ പറഞ്ഞു, സമുദ്രനിരപ്പിൽ നിന്നും 7 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ളതാണ് ഇടനാട്. ചെറിയ കുന്നുകളായിരുന്നു, മറ്റേത് വലിയ കുന്നുകളായിരുന്നു. ഇവിടെ ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെ ഇടനാടിലുണ്ട്. ഇടനാടിന്റെ കിഴക്കും പടിഞ്ഞാറും അതിരായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്താണ് ഭൂപടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി തീരപ്രദേശം എന്താണ്? തീരപ്രദേശത്തിന്റെ പ്രത്യേകത സമുദ്രനിരപ്പിൽ നിന്നും 7 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് എന്ത് തീരപ്രദേശം. ഇവിടെ പൊതുവെ എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ ഉയരം വളരെ കുറവാണ് അല്ലെ, കടലിനോട് ചേർന്നതാണ് പ്രദേശം. അതുകൊണ്ട് ഇവിടെ മണല് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് എന്ത് തീരപ്രദേശം എന്ന് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7 മീറ്ററിൽ താഴെ അല്ലെങ്കിൽ 7 മീറ്റർ വരെ മാത്രം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് എന്ത് തീരപ്രദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഇനി നമുക്ക് നോക്കാം എന്താണ് കേരളത്തിന്റെ കാലാവസ്ഥ. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം എന്താണ്? കടലിന്റെ സാമീപ്യമാണ് അല്ലെ. കടൽ പ്രദേശം അല്ലെങ്കിൽ കടലുള്ളത് കൊണ്ട്, കടൽക്കാറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് വരുന്നത്? നല്ലൊരു മിതമായ കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുമ്പോൾ ഏതാണ്? ജൂൺ ജൂലൈ മാസങ്ങളാണ് അല്ലെ. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴ, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇടവപ്പാതി അഥവാ കാലവർഷം എന്ന് വിളിക്കുന്നത്. എന്താ പേര്? ഇടവപ്പാതി, കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ തരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഓക്കെ, അത് ഏത് മാസത്തിലാണ്? ജൂൺ മാസത്തിൽ തുടങ്ങും അല്ലെ. ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. ഇപ്പൊ തെക്കു പടിഞ്ഞാറൻ മഴക്കാലം അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴക്കാലം പലപ്പോഴും എന്താണ്? നമുക്കറിയാം, നാട്ടിലൊക്കെ ഇടവപ്പാതി എന്നാണ് പറയുക അല്ലെ, അല്ലെങ്കിൽ കാലവർഷം എന്നാണ് അറിയപ്പെടാറുള്ളത്. എന്നാൽ വടക്ക് കിഴക്ക് മൺസൂൺ മഴക്കാലം എന്താണ് അറിയപ്പെടാറുള്ളത്? നമുക്കറിയാം, ഒക്ടോബറിലൊക്കെ പെയ്യുന്ന മഴ ഓർമ്മല്ലേ? ഒക്ടോബറിൽ പെയ്യുന്ന മഴ, അതാണെന്ത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അതിനെ വിളിക്കുന്ന പേരെന്താണ്? തുലാവർഷം അല്ലെ. മറ്റേതെന്താണ്? മറ്റേത് കാലവർഷം അഥവാ ഇടവപ്പാതിയാണ്, തെക്കു പടിഞ്ഞാറൻ. ഇതോ തുലാവർഷം അഥവാ വടക്കു കിഴക്കൻ മൺസൂൺ. ഇത് വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയാണ് പലപ്പോഴും കാണാറുള്ളത് അല്ലെ. വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടി പെയ്യുന്ന മഴയാണെന്ത്? തുലാവർഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടും. അപ്പം നമുക്കറിയാം, ജൂണിൽ എന്ത് തുടങ്ങി? നല്ല മഴക്കാലം അല്ലെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. പിന്നീട് എന്താണ്? വടക്കു കിഴക്കൻ മൺസൂണിലേക്ക് പോയി. അങ്ങനെ കഴിഞ്ഞ് എന്ത് ചെയ്യുക? സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്കെ കഴിഞ്ഞ് ഡിസംബർ ആകുമ്പോൾ എന്ത് വന്നു? നല്ല തണുപ്പാണ് അല്ലെ. പിന്നെ ഫെബ്രുവരി മധ്യത്തോടു കൂടി എന്ത് വന്നു? വീണ്ടും വേനൽക്കാലത്തിലേക്ക് കടക്കുകയാണ് അല്ലെ. വേനൽക്കാലത്ത് എന്താ സംഭവിക്കുക? പലപ്പോഴും വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നു. കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആ നദികളിൽ നീരൊഴുക്ക് കുറയാണ്. പിന്നെയോ അന്തരീക്ഷ താപം വളരെ കൂടുതലാണ്. അപ്പൊ ജലമൊക്കെ എന്തായി പോവും? ബാഷ്പീകരിച്ച് പോവുക ചെയ്യുക. അപ്പൊ ആ താപം വളരെ കൂടുതലാണ്. സൂര്യന്റെ ചൂടൊക്കെ വളരെ കൂടുതലായി നമുക്ക് അനുഭവപ്പെടും. ആ സമയത്ത് എന്താണ്? താപം എന്താണ്? ബാഷ്പീകരിച്ച് പോവും. താപത്തിന്റെ ഫലമായിട്ട് ജലം ബാഷ്പീകരിച്ച് പോവുക ചെയ്യുക അല്ലെ. ഭയങ്കര ചൂട് കാരണം വെള്ളമൊക്കെ കുറയുന്നു, വെള്ളമൊക്കെ വറ്റിപ്പോകുന്നു. കടലും കുളങ്ങളും അല്ലെ, നദികളൊക്കെ എന്താണ്? വെള്ളമില്ലാത്ത അവസ്ഥയാണ്. മനുഷ്യർക്ക് കുടിവെള്ളക്ഷാമം പോലും രൂക്ഷമായിട്ട് അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് എന്ത്? ഈ ഒരു വേനൽക്കാലം എന്നത്. ഇനി നമുക്ക് കേരളത്തിലെ നദികളെ കുറിച്ച് നോക്കാം അല്ലെ. നമ്മൾ പറഞ്ഞു, പലപ്പോഴും മലനാട് മേഖലകളിൽ ഉയർന്ന പ്രദേശത്ത് നിന്നാണ് നദികളൊക്കെ ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളാണുള്ളത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളേ ഉള്ളൂ. ഏതൊക്കെയാണത്? കബനി, ഭവാനി, പാമ്പാർ അല്ലെ. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണെന്ത്? കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എങ്ങോട്ടായിരിക്കും ഒഴുകുന്നത്? ബാക്കിയുള്ള 41 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് അല്ലെ. ആകെ എത്രയാണ്? ആകെ 44. ഇതിൽ 3 എങ്ങോട്ടാണ്? 3 കിഴക്കോട്ട് ഒഴുകുന്നു. 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ ആകെയുള്ള നദികളുടെ എണ്ണം ഓർത്ത് വെക്കണം. ഇനി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി? ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ് അല്ലെ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. മറന്നുപോയരുത്, പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. ഇനി നമ്മുടെ ജില്ലയിൽ കൂടെ ഒഴുകുന്ന കുറേ നദികൾ ഉണ്ടാവും അല്ലെ. അതിൻ്റെയൊക്കെ പേര് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ നദികൾ കൊണ്ടുള്ള പ്രയോജനം എന്താ? കുടിവെള്ളം കിട്ടും അല്ലെ. പിന്നെയോ മറ്റു ആവശ്യങ്ങൾക്കുള്ള വെള്ളമൊക്കെ എവിടുന്നാണ് നമുക്ക് പലപ്പോഴും കിട്ടാറുള്ളത്? നദികളിൽ നിന്നാണ് കിട്ടാറുള്ളത്. എന്നാൽ നദികളിലെ അവസ്ഥ കാണിക്കുന്ന ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? എന്തൊരു ഭയാനകമായ ചിത്രമാണത് അല്ലെ. ഈ വെള്ളം, നല്ല വെള്ളം ഉണ്ടായിരുന്ന നദികളിലേക്ക് വേസ്റ്റ് അല്ലെങ്കിൽ എന്താണ്, മലിനമാക്കുന്ന കുറെ വസ്തുക്കളൊക്കെ നിക്ഷേപിച്ച് ഈ ഒരു നദിയെ അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു നീരുറവയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മലിനീകരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം വളരെ നാശത്തിലേക്കാണ് ഇത്തരം നദികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നദികൾ നാശത്തിലേക്ക് നീങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല? വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്, വെള്ളം ഇല്ലാത്ത അവസ്ഥ. വെള്ളം ഇല്ലാത്ത അവസ്ഥ വന്നാൽ അത് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക? മനുഷ്യരെയും ജന്തുജാലങ്ങളെയൊക്കെയാണ് ഇത് ബാധിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? മനുഷ്യനും ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ അനാവശ്യ വസ്തുക്കളും അല്ലെ, ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും
അസംസ്കൃത വസ്തുക്കളൊക്കെ എങ്ങോട്ടാണ് വലിച്ചെറിയുക? നദികളിലേക്കൊക്കെ നമ്മൾ വലിച്ചെറിയും. അങ്ങനെ നദികളിലെ ജലം എന്താവും? വളരെ മലിനമായിട്ട് മാറും. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഉപയോഗിച്ചാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അപ്പം നദികൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോ പൗരൻ്റെയും കടമയാണ് അല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരം നദികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സംരക്ഷിക്കാൻ നമ്മൾ മുന്നിട്ട് ഇറങ്ങുകയാണ് വേണ്ടത്. ഇങ്ങനെ കുറേ നദികൾ എന്താണ് മലിനീകരണ ഭീഷണി നേരിടുന്നുണ്ട്. ഇനി പുനർജനി. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അതിന്റെ ഒഴുക്ക് വീണ്ടെടുത്തു കൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. ഇപ്പൊ കൊടുങ്ങരപ്പള്ളം പുഴ എന്ന് പറയുന്നത് എന്താണ്? കുറേ കാലം മുൻപ് എന്താണ് വറ്റി വരണ്ട് പോയതായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് വീണ്ടും അതിന് ഒഴുക്ക് വന്നിട്ടുണ്ട്. അത് എങ്ങോട്ടാണ് പോകുന്നത്? അത് പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അത് ഭവാനിപ്പുഴയിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭവാനിപ്പുഴ എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഒന്നായിരുന്നു ഭവാനിപ്പുഴ. അപ്പൊ കിഴക്കോട്ട് പോകുന്ന ഭവാനിപ്പുഴയിലാണ് എന്ത് ഈ ഒരു കൊടുങ്ങരപ്പള്ളം പുഴ എത്തിച്ചേരുന്നത്. ഇത് എവിടെയാണ് സ്ഥലം? ഇത് എവിടെയാണ് നദി? എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? തമിഴ്നാട്ടിലെ അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പൊ വനനശീകരണം കൊണ്ട് പലപ്പോഴും എന്താണ് പുഴകൾ നശിച്ചു പോകാറുണ്ട്. അപ്പൊ നമ്മൾ മഴക്കുഴികളോ തടയണകളോ ഒക്കെ നിർമ്മാണം പലപ്പോഴും നമ്മൾ നടത്താറുണ്ട്. പിന്നെ കാട് വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പൊ ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ഇത്തരം നശിച്ചു പോയ നദികളൊക്കെ നമുക്ക് എന്താണ് വീണ്ടും ഉയർത്തി കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അതിനൊരു പുനർജന്മം, ഒരു പുനർജനി കിട്ടും എന്നാണ് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുളങ്ങളും നീരുറവകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മലിനമാക്കാതെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം, സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ അത്തരം നീരുറവകളും തണ്ണീർത്തടങ്ങളും കുളങ്ങളും കിണറുകളും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സംരക്ഷിക്കുകയും വേണം. ഓക്കെ. പിന്നെ കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണെന്ത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അല്ലെ? കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? കായലുകൾ എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. അതുപോലെയുള്ളതാണെന്ത്? കായലുകൾ എന്തിനൊക്കെ പ്രയോജനപ്പെടുത്തുന്നു? കായലുകൾ എന്തിനൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? കായലുകൾ പ്രധാനമായും മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം അല്ലെ? ഇതിനൊക്കെ കായലുകൾ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. ഇനി തടാകങ്ങളാണ്. എന്താണ് തടാകങ്ങൾ? കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണെന്ത്? തടാകങ്ങൾ അല്ലെ? ഇപ്പൊ ഇതൊരു തടാകമാണെന്ന് പറയണത് എന്താണ്? ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു കരപ്രദേശം ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഇതാണ് തടാകം. ചുറ്റും എന്തുണ്ട്? കരപ്രദേശം ഉണ്ട്. അപ്പൊ കരയാൽ ചുറ്റപ്പെട്ട ജലാശയങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? തടാകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? തടാകങ്ങൾ. ഇനി കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന കാര്യം മറക്കരുത്. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് ഏത് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെ? ചരിത്രപരമായിട്ടും സാംസ്കാരികമായിട്ടും പ്രാധാന്യം അറിയിക്കുന്ന പല സ്ഥലങ്ങളും നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യാറുള്ളത്. ഓക്കെ. ഇനി കൃഷിയും ജീവിതവും. എങ്ങനെയാണ് കേരളത്തിലെ കൃഷിയും അതുമായി ബന്ധപ്പെട്ട ജീവിതവും നിലനിൽക്കുന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടത് പഠിച്ചു, കാലാവസ്ഥയെ ബന്ധപ്പെട്ടത് പഠിച്ചു, കൂടാതെ നദികളും തടാകങ്ങളും പല ജലാശയങ്ങളെ കുറിച്ചും പഠിച്ചു. ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് അല്ലെ? കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കും. ഇപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? മണ്ണുണ്ട് അല്ലെ? നല്ല വളക്കൂറുള്ള മണ്ണ്. ഇപ്പൊ കൃഷി ചെയ്യാൻ നല്ല മണ്ണ് വേണം. പിന്നെയോ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മഴ ലഭിക്കുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് നല്ല മഴ ലഭിക്കുന്നു. പിന്നെയോ വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്ന് നല്ല മഴ ലഭിക്കുന്നുണ്ട്. അപ്പൊ കുറെ കാലം നമുക്ക് നല്ല മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ എന്താണ് പല കാർഷിക വിളകളും നമുക്ക് എന്താണ് കൃഷി ചെയ്യാൻ കേരളത്തിൽ സാധിക്കാറുണ്ട്. ഇനി തീരപ്രദേശങ്ങളിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന എന്തൊക്കെയാണ്? തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അല്ലെ? കായലുകൾ മത്സ്യകൃഷിക്ക്
വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് തെങ്ങും നെല്ലുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് തീരപ്രദേശങ്ങളിൽ. കണ്ടിട്ടില്ലേ? ഇപ്പൊ കടലിനോടൊക്കെ ചേർന്നാണെങ്കിൽ കൂടി അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശത്താണെങ്കിൽ കൂടി എന്താണ് കുറെ തെങ്ങിൻ തോപ്പുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവിടെ കൂടുതലും തെങ്ങും നെല്ലൊക്കെയാണ് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത്. ഇടനാട്ടിലെത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക? തീരപ്രദേശം കഴിഞ്ഞ് ഇടനാട്ടിലെത്തുമ്പോൾ എന്താണ് വൈവിധ്യമാർന്ന വിളകൾ കാണും. ഏതൊക്കെയാ? നെല്ല്, തെങ്ങ്, വാഴ, ചേന തുടങ്ങി കുറേ പച്ചക്കറികൾ അടക്കമുള്ളത് അവിടെ കൃഷി ചെയ്യാറുണ്ട് അല്ലെ. റബ്ബറും മച്ചീനിയും ഒക്കെ കൃഷി ചെയ്യാറുണ്ട്. മലനാട്ടിലേക്ക് എത്തുമ്പോൾ മലനാട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉയരം കൂടിയതാണ് അല്ലെ. 75 മീറ്ററിന് ഉയരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ ഉയരത്തിലുള്ള പ്രദേശമാണ് മലനാട്. അവിടെ എത്തുമ്പോൾ എന്താണ് സ്ഥിതി? അവിടെ എത്തുമ്പോൾ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് നമുക്കറിയാം ഏതൊക്കെയാ? തേയിലകള്, ഏലം, കുരുമുളക് ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. കാരണം അവിടെ കുറച്ചുകൂടി തണുപ്പ് കൂടുതലായിരിക്കും അല്ലെ. തണുപ്പുള്ള കാലാവസ്ഥ ഏതിന് വേണം? തേയില കൃഷിക്കും അതുപോലെ ഏലം കൃഷിക്കും കുരുമുളകൊക്കെ നന്നായിട്ട് വളരാനും ആവശ്യമാണ്. പിന്നെ കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ സാധാരണയായിട്ട് ആഘോഷിക്കാറുള്ളത്. ഓക്കെ. പിന്നെ വിഷുവിന് കാർഷിക ഫലങ്ങൾ കൊണ്ട് കണിയൊരുക്കാറുണ്ട് അല്ലെ. പത്താമുദയത്തിന് വിളയിറക്കുന്നതൊക്കെ കേരളത്തിന്റെ സംസ്കാരത്തിൽ കൃഷിക്കുള്ള പങ്കാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ കൃഷി കേരളത്തിന്റെ സംസ്കാരവുമായിട്ട് വളരെയധികം അടുത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വളരെയധികം അടുത്ത് ആയിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലെ. ജനജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇവിടെ ഒരു ചിത്രം നമുക്ക് കാണാം അല്ലെ. വള്ളംകളിയുടെ ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട് അല്ലെ. വളരെ വലിയൊരു ജലോത്സവം ആഘോഷത്തിന്റെ ഒരു ചിത്രം നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി മലയാളികൾ ഇന്ന് വ്യാവസായിക പ്രാധാന്യമുള്ള റബ്ബർ തുടങ്ങിയ വിളകൾ പരമ്പരാഗത വിളകൾക്ക് പകരമായി കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതോടുകൂടി യോഗ്യതയ്ക്കനുസരിച്ച് തൊഴിൽ തേടി പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് തന്നെ യുവാക്കളിൽ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളുകളിൽ എന്താണ് കൃഷി ചെയ്യുന്നതിനുള്ള ഒരു എന്താ പറയാ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് ആഭിമുഖ്യത്തിലുള്ള മാറ്റം, അവരുടെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റം എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ചില ആളുകൾ എന്താണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നതിന് പകരം അവർ ഉന്നത വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അവർ ഉയർന്ന ജോലികളൊക്കെ തേടി അല്ലെ വിദേശത്തേക്കും പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ കൂടാതെ പരമ്പരാഗത വിളകൾ കൃഷി ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവും ഇന്ന് കേരളത്തിൽ പ്രശ്നമായിട്ട് കാണുന്നുണ്ട് അല്ലെ. പരമ്പരാഗതമായിട്ട് കാണുന്ന കൃഷികളൊക്കെ വിള ചെയ്യാനുള്ളൊരു താല്പര്യമില്ലായ്മ എന്നതാണ്. അപ്പൊ വളരെ പെട്ടെന്ന് പണം സമ്പാദിക്കുന്ന തരത്തിലുള്ള വിളകളാണെന്ത് ആളുകളൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പെട്ടെന്ന് അല്ലെ പണം അല്ലെങ്കിൽ വ്യവസായം വാണിജ്യമൊക്കെ നടക്കുന്ന നല്ല വിളകളായിരിക്കും അവർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുക. എങ്കിലും ഇപ്പം കുറെ പുതുതലമുറയിലുള്ള ആളുകൾ എന്താണ് കൃഷിയുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കെന്താണ് വീട്ടിലൊക്കെ നല്ലൊരു കൃഷിത്തോട്ടോ പച്ചക്കറി തോട്ടമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നിർമ്മിക്കാൻ പറ്റും അല്ലെ. നല്ലൊരു പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ കൃഷിത്തോട്ടം നമ്മുടെ വീട്ടിൽ നിർമ്മിക്കാൻ പറ്റും. ഇനി കേരളത്തിലെ ഗതാഗതം ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗമാണ് ഉള്ളത്. കായലുകള്, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പിന്നെയോ തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ഹോസ്ദുർഗ് പറയുമ്പോൾ കാസർഗോഡാണ് അല്ലെ. നീളുന്ന ജലപാത നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന കുറെ തുറമുഖങ്ങളും നമുക്കുണ്ട് അല്ലെ. കൊച്ചി തുറമുഖം വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടുകൂടി തീരപ്രദേശത്ത് കൂടി റെയിൽ പാലങ്ങളും ദേശീയപാതകളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ കായലുകൾക്ക് കുറുകെ എന്താണ് പാലങ്ങൾ സ്ഥാപിച്ചു. പാലത്തിലൂടെ എന്താണ് റെയിൽ സംവിധാനം നിലവിൽ വന്നു. പിന്നെ ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. ഇടനാട്ടിലും മലനാട്ടിലും എന്താണ് റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. അപ്പൊ നമുക്കറിയാം കേരള സർക്കാരിന്റെ അല്ലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കീഴിലുള്ള KSRTC ഗതാഗത സംവിധാനം വളരെ മികച്ച ഗതാഗത സംവിധാനമാണ്. പിന്നെയോ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി നമുക്ക് എന്താണ് തമിഴ്നാട്ടിലേക്കൊക്കെ നമുക്ക് പ്രവേശനം കിട്ടുന്ന തരത്തിലുള്ള ഗതാഗത സൗകര്യങ്ങളും ഇന്ന് പല ഗവൺമെന്റുകളും ഒരുക്കിയിട്ടുണ്ട്. അത്തരം പാതകളിലൂടെ ഗതാഗത സൗകര്യത്തിലൂടെ നമുക്ക് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും എന്ന് വേണ്ട എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകളെ കേരളത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഇപ്പൊ ഒന്നും കൂടി ഉണ്ട്. ഏതാണ് കണ്ണൂര് വിമാനത്താവളം കൂടി ഉണ്ട് അല്ലെ. അപ്പൊ 4 വിമാനത്താവളങ്ങളുണ്ട്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതിലൊക്കെയാണ് പ്രധാനമായിട്ടും ഗതാഗത സംവിധാനം ഉള്ളത്, റെയിൽവേ എങ്ങനെയാണ്, സംസ്ഥാന പാത എങ്ങനെയാന്നൊക്കെ ഒരു ചിത്രം ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് നമ്മുടെ ഒരു ഗതാഗത സംവിധാനത്തിന്റെ മികവ്. ഇത്രയും സൗകര്യമുള്ളൊരു നാടാണെന്ത്
നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ റെയിൽവേ പാതകൾ ഇല്ലാത്ത ജില്ലകളുണ്ട് അല്ലേ? ഏതൊക്കെയാണത്? ഇടുക്കിയും വയനാടുമാണ്. ഇടുക്കിയും വയനാടുമാണ് അല്ലേ? അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളാകുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് റെയിൽവേ സംവിധാനം കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? വളരെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ റെയിൽവേ സംവിധാനം കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ദേശീയപാതകൾ കൂടുതലായിട്ട് കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കൂടുതൽ ദേശീയപാതകളിൽ എറണാകുളത്തു കൂടി കടന്നു പോകുന്നുണ്ട്. പിന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ വിശേഷിപ്പിക്കാറുള്ളത് അല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. എന്തുകൊണ്ടാണ്? ഹരിതാപമായ പർവ്വതങ്ങളുണ്ട്, മലകളും ഉണ്ട്, കുറേ വ്യത്യസ്തമായ വൈവിധ്യങ്ങളായ ഭൂപ്രകൃതികൾ കൂടി ചേർന്ന ഒരു കേരളമാണ് നമുക്കുള്ളത്. കൂടാതെ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്, അനേകം നദികളുണ്ട്, സുഖകരമായ കാലാവസ്ഥ അല്ലേ? തണുപ്പുണ്ട്, ചൂടുണ്ട്, എല്ലാ അവസ്ഥയും എന്താണ് കേരളത്തിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഉയർന്ന സാക്ഷരതാ നിരക്കാണ് അല്ലേ? ഉയർന്ന സാക്ഷരതാ നിരക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ മുന്നിൽ എത്തിക്കുന്ന ഒരു പ്രധാന ഘടകം എന്താണ്? സാക്ഷരതയാണ്. പിന്നെ സംസ്കാരമുള്ള ജനത അല്ലെ? കൃത്യമായിട്ടുള്ള സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന, മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത്. ഇത്രയേറെ സമ്പന്നമായ കേരളത്തിന് എന്തുണ്ട്? നല്ല വൈവിധ്യവും വിഭവ സമ്പത്തും ഉണ്ട് അല്ലേ? ഈ വിഭവ സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യണം? വരുന്ന തലമുറയ്ക്കായിട്ട് അല്ലെങ്കിൽ നമ്മളെ താഴെയുള്ള തലമുറയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം, അത് കാത്തു സൂക്ഷിക്കണം. നമ്മളത് അനാവശ്യമായിട്ട് ഉപയോഗിച്ച് പാഴാക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് കാത്തു സൂക്ഷിക്കണം, അത് ആ തലമുറയ്ക്ക് നമ്മൾ കൈമാറണം. അവരും അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിച്ച് കഴിയുന്ന സമയത്ത് അവർ അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരത് മാറ്റിവെക്കണം. ഇങ്ങനെ സംസ്കാരങ്ങളും ഭൂപ്രകൃതിയും നമ്മുടെ കേരളത്തിൻ്റെ തനിമയൊക്കെ നമുക്ക് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതാണെന്ത്? ഓരോ കേരളീയനും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണെന്ത് കേരളവുമായി ബന്ധപ്പെട്ട ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പൊ ഈ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പ്രധാനമായിട്ടും 5ാം ക്ലാസ്സിലെ സ്റ്റുഡൻസോ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ട്, അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പഠിക്കുന്ന വിക്ടേഴ്സ് ക്ലാസ് 1നോടൊപ്പം തന്നെ നമുക്ക് ഏതും കൂടി ടെക്സ്റ്റ് ബുക്ക് വായനയും കൂടി കൊണ്ടുപോകാൻ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PSC ഉദ്യോഗാർത്ഥികൾക്കും അതിലുപരി ഏത് മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണെങ്കിലും അവർക്കൊക്കെ ഒരു സപ്പോർട്ടിങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു പാഠമായിട്ട് കാണാം. ഓക്കെ, താങ്ക്